നല്ല വചനം പേജിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അതിപരിശുദ്ധമായിരിക്കുന്ന ആത്മരക്ഷയുടെ നഷ്ടത്തെ സംബന്ധിച്ച് പ്രഥമദൃഷ്ടിയ ബൈബിൾ രേഖകളിൽ കാണപ്പെടുന്ന വാക്യങ്ങളുടെ ഒരു വിശകലനമാണ് ഏറെ നാളുകളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിശദ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ ഞാൻ കടന്നുവിടുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് വിശദീകരിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യഭാഗത്ത് പാപങ്ങളുടെ ഒരു വലിയ പട്ടിക അപ്പോസ്തലൻ നൽകിയിട്ടുണ്ട്. ഈ വേദഭാഗത്ത് മാത്രമല്ല, റോമാലേഖനം 1-ാം അധ്യായം, തിമോത്തിയോസ് ലേഖനം, ഈ പറയപ്പെട്ട ഗലാത്യ ലേഖനം 5-19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, ഇവിടെയെല്ലാം ചില പാപങ്ങളുടെ പട്ടിക അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. ഈ പട്ടിക പറഞ്ഞിട്ട് പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കുന്നതിന് വിപരീതമായി ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവരാജ്യവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ദൈവത്തിന്റെ രാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന് പറയുന്നു. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ ആത്മിക അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം, ഇത് നമ്മുടെ ജീവിതത്തില് അനുദിനമായി നമ്മൾ അനുഭവവേദ്യമാക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും അനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പട്ടികയിൽ പറയപ്പെട്ട പാപങ്ങൾ കൂടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട പാപങ്ങളൊന്നുമില്ലാതെ ഒരു സമ്പൂർണമായിരിക്കുന്ന ജീവിത അനുഭവത്തിലൂടെ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. പൗലോസ് എന്താ പറയുന്നത് റോമാലേഖനത്തിൽ? ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ഉള്ള അവസ്ഥയിൽ നമ്മെ കൈക്കൊണ്ടവനാണ് ദൈവം. അത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറയപ്പെടുന്ന ഈ പാപങ്ങളെ സംബന്ധിച്ച് വായിച്ചിട്ട് പറയുകയാണ്, ഈ വക പാപം ചെയ്താൽ അവൻ എത്ര കൂടിയ വിശ്വാസിയാണെങ്കിലും നരകത്തിലേക്ക് പോകുകയുള്ളൂ എന്ന്. ഇതായി ചില വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം. ഇതിന് മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പട്ടികയിൽ പറയപ്പെടുന്ന പാപങ്ങളിൽ ചിലത് സർവ്വസാധാരണമായ പാപമാണ് എന്ന് പറഞ്ഞാൽ ഇവയിൽ ചില പാപങ്ങൾ ചെയ്യാത്ത ഒരു വിശ്വാസിയും ഈ ഭൂമിയില്ല. എത്ര പരിശുദ്ധനാണ്, വിശുദ്ധനാണ്, സത്യസന്ധനാണ്, നീതിമാനാണ്, എത്രമാത്രം നിർമ്മല ഹൃദയമുള്ളവനാണ്, സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ പട്ടികയിൽ പറയപ്പെടുന്ന പാപങ്ങൾ ചിലതില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. അതിലേതൊക്കെയാ? ഒന്ന്, പിണക്കമില്ലാത്ത വിശ്വാസികൾ ആരൊക്കെയാ ഉള്ളത്? അപ്പനും മക്കളും തമ്മിൽ പിണക്കം, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പിണക്കം, സഹോദരന്മാർ തമ്മിൽ പിണക്കം, അയൽക്കാർ തമ്മിൽ പിണക്കം, സഭാവിശ്വാസികൾ തമ്മിൽ പിണക്കം, അങ്ങനെ എത്രയെത്ര പിണക്കങ്ങൾ. എല്ലാം രക്ഷിക്കപ്പെട്ടവരെ, ആത്മസ്നാനമുള്ളവരെ, പരിശുദ്ധാത്മ നിറവുള്ളവരെ എന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന ആളുകളാണ്. ഇവർക്കെല്ലാം ഈ പറയപ്പെട്ട പിണക്കമുണ്ട്. ഇനി അടുത്ത ശാഠ്യം, മൽപിടുത്തം, കഠിനമായിരുന്ന പിടുത്തം, ശാഠ്യം. ഞാൻ പിടിച്ച മുയലിന് 7 കൊമ്പുണ്ടെന്ന് പറയുന്ന മനോഭാവം. ഞാൻ പറയുന്നത് മാത്രമേ സാധിക്കുള്ളൂ, ഞാൻ പറയുന്ന പോലെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ചിന്താഗതി, ശാഠ്യം. ദ്വന്ദ്വപക്ഷം, അതായത് വിഭിന്ന അഭിപ്രായം. കൊരിന്തു സഭയിൽ തന്നെ 4 നേതാക്കന്മാരുടെ കീഴിൽ അമർന്നിരുന്നുകൊണ്ട് 4 ചിഹ്ന ഭിന്നമായി പോയൊരു സഭയായിരുന്നു കൊരിന്തിലെ സഭ. അപ്പൊ അവിടെ അവർക്ക് പിണക്കമുണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് അല്ലെങ്കിൽ ഭിന്നതയുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവർ ശാഠ്യക്കാരായിരുന്നു, ദ്വന്ദ്വപക്ഷമുള്ളവരായിരുന്നു, വിഭിന്ന ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. ഭിന്നത എത്രയോ സ്ഥലസഭകൾ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഭിന്നിക്കുന്നു.
അടുത്ത കാലത്ത് എനിക്കറിയാം ഒരു സഭ, അവിടെ ഒരു സുവിശേഷ വേലക്കാരനുണ്ട്. ആ സുവിശേഷ വേലക്കാരന് കുടുംബമായി താമസിച്ചു വരുന്നു. അദ്ദേഹം ശുശ്രൂഷകൾ ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള പരിമിതമായ ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹം ഒരു വലിയ പ്രഭാഷകനോ വലിയ കൺവെൻഷൻ പ്രസംഗനോ ഒന്നും അല്ല, എളിയ ശുശ്രൂഷകൾ ചെയ്യുന്നു. അപ്പൊ ആ ശുശ്രൂഷകനുമായി എന്തൊക്കെയോ ചില അഭിപ്രായ ഭിന്ന സ്വരങ്ങൾ അവിടെയുള്ള ചില വിശ്വാസികൾക്ക്. അപ്പൊ അവര് അങ്ങ് തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഈ സുവിശേഷകനെ ഇനി വേണ്ട, അദ്ദേഹത്തെയും വേണ്ട, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേണ്ട. സൂക്ഷ്മമായി അതേക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂട്ടായ്മയിൽ പോലും വേണ്ട എന്നുള്ള നിലപാടുമായി. അദ്ദേഹം രക്ഷിക്കപ്പെട്ടവനാണ്, കർത്താവിന്റെ മാർമികമായ ശരീരത്തിന്റെ അവയവമാണ്. സ്വർഗരാജ്യത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആ സുവിശേഷകരുടെ ഈ വിശ്വാസികളും മൂപ്പന്മാരും ഇരിക്കേണ്ടവരാണ്. കർത്താവ് അവനെ വേണ്ടാന്ന് ഒരിക്കലും പറയത്തുമില്ല. കാരണം കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരിൽ ഒരാളാണ് അദ്ദേഹം. കർത്താവിന്റെ മാർമികമായ ശരീരത്തിലെ അവയവവുമാണ്. അപ്പൊ ഇനി എന്താ ചെയ്യുന്നേ? അപ്പൊ അദ്ദേഹത്തെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് രൂഢമായി അങ്ങ് തീരുമാനിച്ചു. അപ്പൊ അതിനെ ചില ആളുകൾ പുറത്തുനിന്നും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ശരിയാ, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ തീരുമാനിച്ചു. ഇതല്ലേ വാസ്തവത്തില് ഈ ഭിന്നത എന്ന് പറയുന്നത്. വാസ്തവത്തില് ഒരു ശരീരം ഏകത്വത്തിന്റെ പ്രമാണം, വൈവിധ്യത്തിന്റെയും പ്രമാണവും ഏകത്വത്തിന്റെ പ്രമാണവും ദൈവസഭയെ സംബന്ധിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന നിത്യമായ ഉപദേശ സത്യമാണ്. ഈ പറയപ്പെട്ട പാപങ്ങളെല്ലാം വിശ്വാസികളുടെ പിണക്കം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ജാരശങ്ക, അസൂയ, വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം, ഇങ്ങനെ പറയുന്ന എല്ലാ പാപങ്ങളും മനുഷ്യരായ നമ്മൾ പല ആളുകളുടെയും സ്വഭാവത്തിലും പ്രകൃതിയിലുമുണ്ട്. സഭാ നേതാക്കന്മാരിലുമുണ്ട്. ഭിന്നതാഭിപ്രായമുള്ള മൂപ്പന്മാരും സുവിശേഷന്മാരുമുണ്ട്. പിണക്കമുള്ളവരുണ്ട്. ഇപ്പൊ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മുഖം തരാത്ത ആളുകളുണ്ട്, ശാഠ്യക്കാരുണ്ട്, ദ്വന്ദ്വപക്ഷമുള്ള ആളുകളുണ്ട്. ഞാൻ പറയുന്ന ആശയത്തോട് യോജിക്കുന്നില്ലെങ്കിൽ ഇവനുമായിട്ട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല, ഒരു കാലത്ത് ഇവനോട് യാതൊരു സഹകരണവും പാടില്ല എന്ന് ചിന്തിച്ച് ഒരുവനുള്ള ദൈവികമായ കൃപാവരങ്ങളെ അഫലമാക്കി കളയുന്ന, അത് അപ്രയോജനമാക്കി കളയുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് സഭാ നേതാക്കന്മാരിലും ഏറ്റവും വലിയ വിശുദ്ധന്മാർന്ന് വിലമതിക്കപ്പെടുന്ന ആളുകളുമുണ്ട്. ഇവരെല്ലാം നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ രക്ഷയെക്കുറിച്ച് ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഒരെണ്ണം പോലും ശരിയാണെന്ന് വരികയില്ല. ഭിന്നാഭിപ്രായക്കാർ, ദ്വന്ദ്വപക്ഷക്കാർ, അസൂയക്കാര്, ശാഠ്യക്കാര്, പിണക്കമുള്ളവര്, പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും നരകത്തിലോട്ടാണ് പോകുന്നത്. അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല, അല്ലെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണത്തിൽ വരികയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ യോഹന്നാൻ 5:24, 6:37, 40, 10:28 ഈ വാക്യങ്ങളിൽ നമ്മുടെ രക്ഷയുടെ സുസ്ഥിരതയെ സംബന്ധിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരക്കിട്ട് ഉറപ്പിച്ച് പ്രസ്താവിച്ചുള്ള പ്രസ്താവനകളെല്ലാം അഫലമായി. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പോസ്തലൻ എന്താണ് ഈ പറയുന്നതിന്റെ സാരം? അത് മനസ്സിലാക്കണ്ടേ? വെറുതെ അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞാണോ? ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞാണോ? ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് പറയാം. 1 കൊരിന്ത്യർ 11:32 നോക്കണം. എന്താ പറയുന്നത്? ദൈവ കോടതിയുടെ മുമ്പാകെയുള്ള ദൈവിക നീതിയാണ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നത്. ദൈവ കോടതിയുടെ മുമ്പാകെയുള്ള ദൈവനീതിയെ കുറിച്ച് പറയുകയാണ്. ഇവ നരകവിധിക്ക് യോഗ്യമായ പാപം തന്നെയാണ്. ഈ പറയപ്പെട്ട ദ്വന്ദ്വപക്ഷം, പക, അസൂയ, ഭിന്നത ഇവയെല്ലാം നരകവിധിക്ക് യോഗ്യമായ പാപങ്ങൾ തന്നെയാണ്. വിശ്വാസികളും ഈ പാപങ്ങളുടെ ഗൗരവങ്ങൾ ശക്തമായി മനസ്സിലാക്കണം. പക്ഷേ വിശ്വാസികൾ അവ ചെയ്താൽ മക്കൾക്കുള്ള ശിക്ഷ നൽകേണ്ടി വരും. അതിനെയാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ശരീരത്തിൽ വസിക്കുന്ന ഒരു വിശ്വാസി ഈ പറയപ്പെട്ട തെറ്റുകൾ ചെയ്താൽ അവൻ ബാലശിക്ഷയ്ക്ക് വിധേയപ്പെടും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ബലഹീനതകൾ ആവരണം ഉണ്ടായാൽ അതിനുള്ള പരിഹാരം എന്ന നിലയിൽ വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 1-9-7 ഈ വാക്യങ്ങളിൽ അതിനുള്ള പരിഹാര മാർഗവും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തു പോയാലോ യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അവനോടത്ര നമുക്ക് കാര്യമുള്ളത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും ക്ഷമിച്ച്
നമ്മെ ശുദ്ധീകരിപ്പാൻ കൊണ്ടും വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആ വിധമുള്ള പരിഹാരം ഉണ്ടാകുവാൻ വിശ്വാസികൾ അനുദപിച്ച് ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നില്ല എങ്കിൽ ബാലശിക്ഷകൾ ഉണ്ടായേ മതിയാവുള്ളൂ. വെറുതെ വിടുവാൻ സാധ്യമല്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ താല്പര്യം. അപ്പൊ ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക് അവർ നിശ്ചയമായും വിധേയപ്പെട്ടു പോകും എന്ന് പറയുന്നതിന്റെ വേറൊരു ഒരു എംഫസിസ് ആണ് ഈ വാക്യഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പഠിപ്പിക്കൽ അല്ല.